ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ മലേഷ്യയിലെ ഗെൻഡിങ് ഹൈലൻഡ്സ് പോയതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ ഗെൻഡിങ് ഹൈലൻഡ്സ് എന്ന് പറയുന്നത് മലേഷ്യയിലെ തന്നെ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ളൊരു മൗണ്ടെയിൻ റിസോർട്ടാണ്. അവിടെ ലക്ഷറി റിസോർട്ട്സ് മാത്രമല്ല, നമുക്ക് തീം പാർക്ക് ഉണ്ട്, കസിനോസ് ഉണ്ട്, കുറേ ഷോപ്പിംഗ് ഔട്ട്ലെറ്റ്സ് ഉണ്ട്, പിന്നെ പോകുന്ന വഴിക്ക് നമുക്കൊരു ടെമ്പിളും കാണാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ. അങ്ങനെ ഞങ്ങൾ ഗെൻഡിങ് ഹൈലാൻഡ്സിലെത്തി. ടാക്സി ഇവിടെ ബസ് ടെർമിനലിൻ്റെ അവിടെ കൊണ്ടുവന്ന് നമ്മൾ ഡ്രോപ്പ് ചെയ്തു. ഇനി നമുക്ക് കേബിൾ കാറിനോട്ടുള്ള ടിക്കറ്റ് എടുക്കണം. അത് 4 ലെവൽ അപ്പ് എന്നാണ് പറഞ്ഞ പുള്ളി. ഹൈലാൻഡ്സ് പ്രീമിയം ഔട്ട്ലെറ്റ്സ് ഒന്നും ഓപ്പൺ ആയിട്ടില്ല. നമ്മളിപ്പോൾ എത്ര മണിയായി? 9 മണിയാണ്. എന്നാൽ കിയോസ്കിൽ നിന്ന് എടുക്കുന്നതായിരിക്കും നല്ലതല്ലേ? വേഗം എടുത്തോ. ഇംഗ്ലീഷ് ഉണ്ട്. താഴെ ഇതെന്താ ഡു യു വാണ്ട്? ഞങ്ങൾക്ക് ഗ്ലാസ് കൊണ്ടോല എടുത്തത്. അതായത് ഫ്ലോറ് ഗ്ലാസ് ആയിരിക്കും. കഴിഞ്ഞ് നമ്മൾ മുന്നേ ഒക്കെ സാധാ കേബിൾ കാർ ട്രൈ ചെയ്തല്ലോ. അപ്പോൾ ഇവിടെ ഗ്ലാസിൻ്റെ ഓപ്ഷൻ കണ്ടപ്പോഴത്തേക്കും ഞങ്ങൾ വിചാരിച്ചു ഗ്ലാസ് കൊണ്ടോല ട്രൈ ചെയ്യാന്ന്. റൈറ്റാ. പേടിയൊന്നുമില്ല. വേഗം എത്തിയല്ലേ നമ്മള്. കേബിൾ കാറിൻ്റെ ഫസ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് ചിൻസ്വി ടെമ്പിൾ ആണ്. അപ്പം നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ, അതായത് ഹൈലാൻഡ്സിലോട്ട് പോകുമ്പോൾ തന്നെ ഇവിടെ ഇറങ്ങി ടെമ്പിളൊക്കെ കണ്ടിട്ട് പോകുന്നതാണ് നല്ലത്. കാരണം നമ്മൾ ഹൈലാൻഡ്സിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നമുക്ക് ഒത്തിരി നടക്കാനും കറങ്ങി കാണാനും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് തിരിച്ചു വരുമ്പോൾ നമ്മൾ ഭയങ്കര ടയേർഡായിരിക്കും. അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ ടെമ്പിൾ ഇറങ്ങി കണ്ടിട്ട് പോവാം. എനിക്ക് തോന്നുന്നേ തിരക്ക് കൂടുമ്പോഴായിരിക്കും മറ്റേ കാർ സർവീസ് ഉള്ളത്. ഇപ്പം നമുക്കത് ഇവിടെ സൈഡിൽ കൂടി സ്റ്റെപ്പും ഉണ്ട്. അതെ, ചിൻസ്വി ടെമ്പിൾ അല്ലേ? എത്തി. ഇത് എസ്കലേറ്റർ കുറേ നേരം ഉണ്ടായിരുന്നു. ഇനി ഇവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട്. മങ്കിക്ക് ജസ്റ്റ് ഒരു വ്യൂ പോയിന്റ് ഉണ്ടല്ലേ. ഇത് അവരുടെ സ്റ്റോറി പറഞ്ഞേക്കുന്നല്ലേ. നോക്ക്, വ്യൂ അടിപൊളിയല്ലേ. അത്ര ഫോഗൊന്നും ഇല്ലാത്തതുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ട്. അയ്യോ, ഇയാളുടെ നോട്ടം കണ്ടിട്ട് ഒരു പേടിയാവുന്നു. അമ്മേ, ക്രൗഡ് ലുക്കുന്നു. പകിട 12 പിന്നല്ലാണ്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് പുള്ളി. ഇങ്ങനെ ഇടുമായിരിക്കും. ഇത് ഇയാളുടെ കയ്യില് ഏതാ? പുള്ളിയുടെ കണ്ണുണ്ടോ? ക്രൂഡ് ലുക്കും ഉണ്ട്. ഇവിടെ നമുക്കൊരു സ്റ്റാൻഡിങ് ബുദ്ധ ഉണ്ട്. ബുദ്ധനല്ലേ? ബുദ്ധൻ്റെ. അവിടെ ഒരു സൈഡിൽ വാട്ടർ ഫൗണ്ടെയിനും സ്തൂപം പോലെ എന്തൊക്കെയുണ്ട്. അതന്നെ, കയ്യിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരും. അതായത് ഹോളി വാട്ടർ എന്നുള്ള കൺസെപ്റ്റ് ആയിരിക്കും. 10th അയ്യോ ഹെല്ലാണോ ഇത്? മെൻപോ എന്തൊക്കെയുണ്ട്. ഹെല്ലിലെ ഓരോ ഗേറ്റ്സിനെ പറ്റിയാണ് പറയുന്നത്. ചിത്രഗുപ്തൻ കാലന് ഇരുന്നിട്ട് കണക്കെണ്ണി ചോദിക്കുവാണ്. പോവാം. 9th ചേമ്പറാ മുകളിലുണ്ടായിരുന്നു. അത് വയ്യ. ഇതെന്താ? തീയിലിടുന്നു. ഇങ്ങനത്തെ കഥകളൊക്കെ എല്ലായിടത്തും ഒന്ന് തന്നെയല്ലേ.
അടിപൊളിയല്ലേ? അവരുടെ ഉച്ചയും ബഹളം ഇല്ലായിരുന്നെങ്കിൽ എന്തൊരു പീസല്ലേ. ഭയങ്കര സമാധാനപരമായൊരു അന്തരീക്ഷമായിരുന്നു. ഇവിടെ ഒരു മുഖം കെട്ടി വെച്ചേക്കാം. പുതിയതും വല്ലതാണോ ഇനി ഉൾക്കടിക്കാൻ പോകുന്നേ ഉള്ളോന്ന്? എന്ത് വിഷ് പറയും? എനിക്കൊരു ക്ലബ് ഓഫ് വിഷ് മാത്രമേ ഉള്ളൂ, മീൻസ് പൂൾ ഓഫ് വിഷ്. എൻ്റെ ഒരു ഒന്നൊന്നര വിഷമാണ്. എല്ലാവരും കേൾക്കാൻ വേണ്ടിയിരിക്കും. ഇങ്ങനെയല്ല, എല്ലാ ദൈവങ്ങളും കേൾക്കണമെന്ന് ഇല്ല. വിഷ്വൽ നോട്ടിട്ട് കഴിഞ്ഞാൽ കുഴപ്പമുണ്ട്. ഇല്ല, ഞാൻ കഴിഞ്ഞ ദിവസം തന്നായിരുന്നു തിരിച്ചു. സാരില്ല, ആ ബെല്ലടി വിഷ് മതി നമുക്ക്. വന്നോ? എന്താ അതെ, ഇതിലൊന്നും അത്ര വിശ്വാസമില്ല ഇപ്പം. ഈ ടവറിൽ നമ്മൾ കയറിയില്ല. ആക്ച്വലി ഇത് നമുക്ക് ലിഫ്റ്റ് അങ്ങനെ ഒന്നും ഇല്ല. 9 നില നമ്മൾ നടന്ന് കയറണം പോലും. അപ്പം ഞങ്ങൾ വിചാരിച്ചു തൽക്കാലത്തേക്ക് വേണ്ട. ടെമ്പിളൊക്കെ കണ്ട കേബിൾ കാർ എടുത്ത് ഞങ്ങൾ നേരെ ഗെൻഡിങ് ഹൈലൈൻസിലോട്ട് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് ഗെൻഡിങ് ഹൈലൈൻസിൻ്റെ ഒരു ഓവറോൾ വ്യൂ ഒക്കെ കാണാൻ പറ്റും. നല്ല അടിപൊളി വ്യൂ ആണ്. മറ്റേ സാധനം തീം പാർക്ക് അല്ലേ? ഗെൻഡിങ് സ്കൈ വേൾഡ്സ് തീം പാർക്ക്. ഈ സാധനമാണ് ഉച്ചയ്ക്ക് തുറക്കത്തുള്ളൂ എന്ന് പറഞ്ഞത്. അതെ, അവിടെ ഉണ്ടല്ലോ, അതിലൊക്കെ ആളുണ്ടല്ലോ. ഓ, ഇത് തുറക്കുമോ? ഓക്കെ, ഇൻഡോർ ഉച്ചയ്ക്ക് തുറക്കും. ഇതാണ് ഏറ്റവും വലിയ പാട്. മേ ബി എല്ലാം കൂടി ചേർന്നിട്ടായിരിക്കും. ക്ലൗഡും ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ കേബിൾ കാർ ഇറങ്ങി കയറി വരുമ്പോൾ തന്നെ നമ്മൾ ഹിന്ദി പാട്ടൊക്കെ വെച്ച് വെൽക്കം ചെയ്യുക ആൾക്കാർ. ഫുള്ളൊരു റെസ്റ്റോറൻറ്റ് ഏരിയ ആണ്, ഫുഡ് കോർട്ട് ഏരിയ ആണെന്ന് തോന്നുന്നു. സ്കൈ കാസിനോ ഒരു ലോഡ് ആൾക്കാർ പോകുന്നുണ്ടല്ലോ. സ്കൈ കാസിനോ ഞാൻ പറഞ്ഞില്ലേ. എന്നാ ബാ, ആദ്യം തന്നെ കാസിനോ പോവാം. കാസിനോ കയറാനാണെങ്കിൽ ആണോ? റെസ്റ്റോറൻറ്റ്സ് ഒക്കെ തുറന്നിട്ടുണ്ട് ചിലതൊക്കെ. എന്താ മേടിച്ചിട്ട് ഇറങ്ങുന്നത്? എന്ത് സാധനം മേടിച്ചെന്ന് പിന്നീട് വീഡിയോ ഇടുവല്ലേ? ഇവിടെ ഷോപ്പിങ്ങിന് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. ഞങ്ങൾ പോയ സമയത്ത് കുറേ ഓഫേഴ്സും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ ബ്രാൻഡ്സൊന്നും നമ്മളങ്ങനെ കേട്ടിട്ടില്ലാത്ത, ചിലപ്പോൾ മലേഷ്യൻ ബ്രാൻഡ്സ് ആയിരിക്കും, അപ്പോൾ നമുക്കങ്ങനെ അറിയില്ലല്ലോ. പിന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഗെയിമിംഗ് സോൺസും ഒക്കെ ഉണ്ടായിരുന്നു. ഈ റിപ്ലീസ് അഡ്വെഞ്ചർ പണ്ട് നമുക്ക് AXN ചാനലിൽ ഉണ്ടായിരുന്നൊരു റിപ്ലീസ് ബിലീവ് ഇറ്റ് ഓർ നോട്ട് ഇല്ലേ, അതുപോലത്തെ അതിൻ്റെ ഒരു തീമിലുള്ള ഒരു കുട്ടികളുടെ ഗെയിമിംഗ് സോൺ ഉണ്ടായിരുന്നു. ഒട്ടും തിരക്കില്ലാതിരുന്നല്ലേ? ഇപ്പം എന്തുമാത്രം ആൾക്കാരാ നോക്ക്. ഇവിടെ ബ്യൂട്ടി പ്രോഡക്ട്സ് ഒക്കെ ഭയങ്കര ഇതല്ലേ, കുറേ ഐറ്റംസ് ഉണ്ട്. നമ്മളിങ്ങനെ KKVയിലും ഒരു ലോഡ് ഉണ്ടായിരുന്നു, ഇവിടെ ഉണ്ട്. അതുപോലെ ഇവിടുത്തെ കളർ ടോണും ഭയങ്കര ഒരു സട്ടിലായിട്ടുള്ളൊരു കളർ ടോണാണ് അല്ലേ? വൈറ്റ്, ക്രീം, ഓഫ് വൈറ്റ്, അതങ്ങനത്തെ ആ ഒരു റേഞ്ച് ഓഫ് കളേഴ്സ്. കുറച്ച് ബ്രൈറ്റൊക്കെ കാണുന്നത് തന്നെ വളരെ കുറവാണ്. ബ്രൈറ്റ് ആണെങ്കിൽ ഭയങ്കര ബ്രൈറ്റായിപ്പോൾ. അതാ പറഞ്ഞ ഒന്നുമില്ല, എല്ലാം ഒരേ കളർ ടോണിൽ വരുന്ന, കൂൾ കളർ ടോണിൽ വരുന്ന ബ്ലൂ അങ്ങനെയൊക്കെ. ശരിയല്ലേ? 1 മണിയായി.
ഇതെങ്ങനെയാ ഓർഡർ ചെയ്യേണ്ടതെന്ന് അറിയാം. നമ്മളിതിൽ എഴുതി കൊടുക്കണം, നമ്പർ ഇട്ട് കൊടുക്കണം. അപ്പോൾ അവർ പാരഡൈസ് നമ്മുടെ ഇവിടുത്തെ പാരഗൺ ബിരിയാണി പോലെയാണ്. ഓ കഞ്ഞി പോലെ. കറക്റ്റ് കഞ്ഞി. ഇങ്ങനെയാണ് കഞ്ഞിയുടെ സ്മെല്ല്. മലയാളത്തിൽ കഞ്ഞി. എന്തോ പരീക്ഷ എഴുതുക? ഇതിപ്പോൾ കൺഫ്യൂഷൻ ആയല്ലോ മൊത്തത്തിൽ. ഞാൻ എന്ത് ചെയ്യും? തെക്ക് വെർമസല്ലി വേണോ റൈസ് നൂഡിൽ വേണോ? സ്പൈസി. സ്പൈസി റൈസ് നൂഡിൽ. പരീക്ഷ എഴുതാൻ പോലും ഇത്രയും ടെൻഷൻ. ലാവണ്യ പെട്ട്. നല്ല പീസ് ഉണ്ട് കേട്ടോ. കൊള്ളാമെന്ന് വിചാരി ട്രൈ എങ്ങനെ ഉണ്ടെന്ന് പറയാം. എങ്ങനെയുണ്ട്? അടിപൊളിയാ. നമ്മളുടെ എന്തോ ഒരു ടേസ്റ്റ് വരുന്നുണ്ട്. നമ്മളുടെ എന്തോ ഒരു നാടൻ ടേസ്റ്റ് ഉണ്ട്. നാടൻ ടേസ്റ്റ് അല്ല, നല്ല ചൈനീസ് ടേസ്റ്റ്. രാഹുലിൻ്റെ ഡ്രൈ നൂഡിൽസ് കുറച്ചധികം ഡ്രൈ ആയിപ്പോയോ? അങ്ങനെ രാഹുൽ കസീനോയിൽ പോകാൻ പോവാ അല്ലേ? ഉറപ്പിച്ചല്ലോ. കസീനോയിൽ ബാക്ക് പാക്കും കവേഴ്സൊന്നും അലൗഡ് അല്ല. അപ്പോൾ ഞങ്ങളൊരു ഡ്രസ്സ് വാങ്ങിയതിൻ്റെ കവർ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അവർ അലൗഡ് അല്ല. മേലെ ലോക്കർ ഉണ്ട്, സെക്കൻഡ് ഫ്ലോറിൽ ലോക്കർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് പിന്നെ വന്ന് പിന്നെയും കയറി കണ്ട് പിന്നെ അവിടെ നിന്ന് ലോക്കറൊക്കെ മാറ്റിയെടുക്കാൻ ഭയങ്കര പാടല്ലേ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു രാഹുലിനാണ് ഭയങ്കര ആഗ്രഹം കസീനോയിൽ പോകണം, എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് മീൻസ് എന്തെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്ത് കളിച്ച് നോക്കണം എന്നൊക്കെ രാഹുലിനാണ് ഭയങ്കര ആഗ്രഹം. അപ്പം രാഹുലിനോട് പറഞ്ഞു ചെന്ന് രാഹുൽ മാത്രം ജസ്റ്റ് കയറിയിട്ട് വാ, നോക്കിയിട്ട് വാ, ഞാനിവിടെ തന്നെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അങ്ങനെ രാഹുൽ ബാക്ക് പാക്കൊക്കെ തന്നിട്ട് പോയിട്ടുണ്ട്. അറിയില്ല, രാഹുലിൻ്റെ ബഡ്ജറ്റിൽ 10,000 രൂപ ഉണ്ടെന്നാണ് പറഞ്ഞേക്കണേ. 10,000 ഇരട്ടിയാക്കി കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിച്ച് പോയിട്ടുണ്ട്. ഇതൊക്കെ കാണാം. इंडिया से। हाँ ओके ओके ब्लॉगर हो? अच्छा താങ്ക് യു. ഞങ്ങൾ പാകിസ്ഥാനിലെ ഒരു ബ്ലോഗറിനെ കണ്ടതാണ്. പുള്ളി ഇങ്ങോട്ട് വന്ന് സംസാരിച്ച് കുറേ ഹാപ്പിനെസ് ഒക്കെ തന്നു. അപ്പോൾ പുള്ളീനെ ഹാപ്പി. ഹായ്. बहुत अच्छा लगा इनसे मिलके. ये मलेशिया के अंदर व्लॉगिंग कर रही थी, तो उन्होंने सोचा इनके साथ गपशप की जाए. और बहुत अच्छा लगता है जब एक दूसरे की ज़बान समझने वाले ना एक दूसरे के साथ जब मिलते हैं. मैं कहता हूँ, और वो भी आउट ऑफ कंट्री के अंदर, मैं कहता हूँ जान में जान आ जाती है. बहुत अच्छा लगा आपसे मिलकर, बहुत अच्छा लगा आपसे मिलकर, बहुत अच्छा. थैंक यू सो मच. थैंक यू. ഇതെന്താ ഇൻഡോർ തീം പാർക്ക് അല്ലേ? ഇൻഡോർ തീം പാർക്ക്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ റൈഡ്സ് ഒക്കെ കയറാം. അതിന് എക്സ്ട്രാ കാശ്, ടിക്കറ്റിന് കാശ് കൊടുത്തിട്ട് നമുക്ക് റൈഡ് എടുത്തിട്ട് അങ്ങനെ പോവാം. ഇത് ഔട്ട്ഡോറും ഉണ്ട്. ഔട്ട്ഡോറും ഉണ്ട്. നമ്മൾ വരുമ്പോൾ കണ്ടു. നമ്മൾ കേബിൾ കാറിൽ ഇരുന്നപ്പോൾ കണ്ടത് ഔട്ട്ഡോർ ഗെയിംസ് അല്ലേ? ടിക്കറ്റ് എടുക്കാനുള്ള കൗണ്ടർ ഉണ്ട്. നമുക്ക് ആക്ച്വലി നമുക്ക് റൈഡിലൊന്നും കയറണ്ട, ഇത് വെറുതെ കണ്ടാൽ മതിയെങ്കിൽ നമുക്ക് ടിക്കറ്റ് ഒന്നും വേണ്ട. കേബിൾ കാർ ടിക്കറ്റ് മാത്രം എടുത്തിട്ട് ഇങ്ങോട്ട് വന്നാൽ കേബിൾ കാറിന്റെ ടിക്കറ്റ് മാത്രം മതി. നമുക്ക് ഇവിടെ നോക്കി ബുക്ക് ചെയ്യുകയാണെങ്കിൽ രണ്ടും കൂടിയുള്ള ടിക്കറ്റാണ് കിട്ടുള്ളൂ. അതെ അതെ. ഓ ദേ എന്റെ തലകുത്തിനെയാണോ പോകുന്നത്? ഓ തലകുത്തനെ മീൻസ് കമഴ്ന്നാ കിടക്കണം, മനസ്സിലായോ? ആ റൈഡിൽ പിള്ളേരെ കമഴ്ന്നാ കിടക്കണേ, എന്നിട്ട് ഇങ്ങനെ പറക്കുന്ന. ഓ വലിയവരാ. ഇതിലെന്തല്ലേ മറ്റേ കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടീനെ മേടിക്കുന്ന പറഞ്ഞോണ്ട് കാശ് കൊടുത്ത് ഇതിനകത്തൊക്കെ കയറി കിടന്ന് നിലവിളിക്കുക. എന്തിനാ? ഓ ദേ അത് സ്ട്രെയിറ്റ് ആയിട്ടാ. ആ ഇതാകുമ്പം കുഴപ്പമില്ലല്ലേ? അയ്യോ എനിക്ക് ഇത് വേണം, ഇത് വേണം, ഇത് വേണം. ആ ഞാൻ എങ്ങനെയെങ്കിലും കൊണ്ടുപോവാം. വേണം. രാവിലെ കളിക്കാം. എനിക്കറിയില്ല, എനിക്ക് ഒന്നൊന്നുമില്ല.
ഒക്കെ You make it vlog. Yeah. Welcome to the New Balance. So this event we make to change your lace, Okay. so that we can present our brands to the people with the new shoeless design lah. Okay. How long you guys been here? We reached last Friday. Last Friday. Yeah. അങ്ങനെ ഞങ്ങൾ പിന്നെ ഗ്ലാസ് ഡോർ കൊണ്ടുള്ളിൽ കയറി തിരിച്ചു പോവാ. രാഹുൽ ഷൂ കെട്ടിക്കൊണ്ടിരിക്കുക. പുതിയ ഷൂ ഒക്കെ മേടിച്ചു. ഓ, അത് ഓപ്പൺ ആയല്ലേ? ആരും ഇല്ലായിരുന്നു. ഞാനിപ്പോ മറ്റേ ബ്ലാക്ക് ഡ്രസ്സും ജാക്കറ്റും ഒക്കെ ഇട്ട് വന്നിട്ടുണ്ടെങ്കിൽ മേലെ നല്ല തണുപ്പായിരിക്കും, മഴയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കോസ്റ്റ്യൂം ഒക്കെ ഞാൻ ഡിസൈൻ ചെയ്ത് വെച്ചേക്കുമായിരുന്നു ഇന്നത്തെ ദിവസം ഇടാൻ വേണ്ടി. എങ്ങാനും അതിട്ട് വന്നിരുന്നെങ്കിൽ എന്താ കാസിനോ കയറിയതല്ലേ? രസമല്ലേ? ആദ്യം കയറുമ്പോഴേക്കും നേരെ തന്നെ മറ്റേ സിനിമയിലൊക്കെ കാണത്തില്ലേ, കുറേ പ്രായമായിരുന്നിട്ട് ഒരു സ്ക്രീനിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരുന്ന് കറക്റ്റ് അത് തന്നെ ഒരു അമ്മൂമ്മ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഫുള്ള് പ്രായമുള്ളവർ, മൊത്തം പ്രായമുള്ളതെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല നടക്കാനൊക്കെ ഇങ്ങനെ ഇതാക്കി പോകുന്നവർ. അപ്പം അത് കഴിഞ്ഞിട്ട് നേരെ പോകുമ്പോഴേക്കും മറ്റേ വീലിൽ ഇങ്ങനെ നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്. നമ്പേഴ്സ് അല്ല, ഒരെണ്ണത്തിൽ എന്ന് പറഞ്ഞാൽ കുറേ ഇത് പട്ടിയുടെ വേടം അങ്ങനെ കുറേ മൃഗങ്ങളുടെ. എന്നിട്ട് ഇവിടെ ഇതുണ്ട്, അതിൻ്റെ അകത്ത് നമുക്ക് കോയിൻ വയ്ക്കാം. ഓക്കെ, ഇത് കറങ്ങിക്കഴിഞ്ഞാൽ ഇന്ന ഇതാണ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പം അതിൽ എന്തോ 1:2, 1:10 അങ്ങനെയൊക്കെ. കസിനോ റോയലിലൊക്കെ കണ്ടിട്ടില്ലേ, ഏതോ ഒരു ബോൾ കിടന്ന് ഇങ്ങനെ കറങ്ങുന്ന, അതിൽ കുറേ നമ്പേഴ്സ് ഉണ്ട്. ഈ സെയിം സെറ്റപ്പ് ആണ് ഈ പട്ടിയുടെ പൂച്ചയുടെയൊക്കെ. ഇങ്ങനെ കറങ്ങുന്നതിന് ഇങ്ങനെ കറങ്ങുന്നത്, എന്നിട്ട് അതിലത്തെ ഇത് നമ്പേഴ്സ് വരുമ്പോൾ അതിനനുസരിച്ച്. അത് പക്ഷേ മൾട്ടിപ്ലെയറും കളിക്കുന്നുണ്ട്. അവിടെ വെച്ചിട്ടാണ് ഒരു അമ്മച്ചി കൈ രണ്ടും ഇങ്ങനെ തലയിൽ വെച്ചിട്ട് നടക്കുക. പുള്ളിക്കാരുടെ കാശ് വന്നു. എന്നിട്ട് വിഷമിച്ച് അങ്ങോട്ട് കിടക്കുന്നു, കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കിടക്കുന്നു. പ്രായമായവർ, നല്ല പ്രായമായവർ. പിന്നെ ഉള്ളതാണ് പ്രോപ്പർ കസിനോ. മറ്റേ പോക്കർ ഉണ്ടായിരുന്നു, പിന്നെ വേറെ എന്തോ ഒരു സാധനമൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ പിന്നെ അതേ നേരം കണ്ടു തന്നില്ല, അത് കുറേ നേരം എടുക്കുമല്ലോ. ഒരു ടേബിൾ കണ്ട്, അതിൽ ബാങ്കർ ജയിച്ചു, മീൻസ് ഡീൽ ചെയ്യുന്ന ആള് പുള്ളി ജയിച്ചിട്ട് ബാക്കി എല്ലാവരും എണീറ്റ് പോയി. അപ്പം തന്നെ പിരിഞ്ഞു പോയി. കുറേ ഏരിയ ഉണ്ട് കേട്ടോ, നമ്മൾ കാണുന്ന പുറത്തുനിന്ന് കാണുന്ന അത് കുഞ്ഞു ഡോറല്ലേ. ഇതങ്ങനെയല്ല, ഈ മറ്റേ മെഷീൻ എന്ന് പറഞ്ഞില്ലേ, അത് മാത്രം ഒരു 500 എണ്ണത്തിൻ്റെ മുകളിലുണ്ട്. ഒരു സൈഡിൽ, പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ വളഞ്ഞു വയ്ക്കുന്ന അവിടെ ലെഫ്റ്റിൽ, അങ്ങനെ ഒരു 10-500 മുകളിലുണ്ട്. ഈ ഇത് കറക്കത്തില്ലേ, അത് കറക്കുന്ന ഒരു 10-50 എണ്ണം ഉണ്ട്. പോക്കർ ഇത് 50 എണ്ണം ഉണ്ട്. കാർഡിന് മാത്രം ടേബിൾ കുറേ ഉണ്ട്, വിശാലമായിട്ട് അങ്ങ് ദൂരെ കിടക്കുക. നമ്മളിപ്പോൾ മുകളിൽ പറഞ്ഞില്ലേ, അതിൻ്റെ ഒരു സൈഡ് മൊത്തം കെട്ടി അടച്ചിട്ട് അങ്ങ് സൈഡ്, അതിൻ്റെ തന്നെ മുകളിലത്തെയാണ് നമ്മൾ കണ്ടത്. അത് കുറച്ച് പ്രീമിയം. ഇതിൽ വെച്ച സാധാ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ള കുറച്ച് എന്താ ടിക്കറ്റൊക്കെ എടുത്തിട്ട് കാശാണെന്ന് പറയുന്ന പാവപ്പെട്ടവർക്ക്, അങ്ങനത്തെ ആൾക്കാർ. ഞങ്ങൾ തിരിച്ചിറങ്ങി ആദ്യം കണ്ട പ്രീമിയം ഔട്ട്ലെറ്റിലെത്തി. ഇവിടെ നമുക്ക് അത്യാവശ്യം ലക്ഷറി ബ്രാൻഡ്സൊക്കെ നല്ല ഓഫറിന് വാങ്ങാൻ പറ്റും. മിഠായി കൂമ്പാരം അല്ലേ? 8 റിംഗറ്റ്. എത്ര ഗ്രാമിന്? 50 ഗ്രാമിന് 180 രൂപ, 160 രൂപ. 15 റിംഗറ്റ്. വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും ഉണ്ട്. 15 200 ഗ്രാമിന് 15. അത് കുഴപ്പമില്ലല്ലോ. 50 ഗ്രാമിന് 8, 200 ഗ്രാമിന് 15 എന്ന് പറയുമ്പോൾ 300 രൂപ ഇത്രയുള്ളത്. സ്ട്രീറ്റാ കവർ ചെയ്യുന്നത് ഇപ്പോൾ? ഹൈ സ്ട്രീറ്റ്. ഹൈ സ്ട്രീറ്റ്, മിഡിൽ സ്ട്രീറ്റ്, ലോ സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട് 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 3 ഫ്ലോറാണ്. ആ 3 ഫ്ലോറിൽ ഓരോ ഷോപ്സിൻ്റെയും എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് അവിടെ മറ്റേ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കി കണ്ടുപിടിച്ച് ഞങ്ങൾ വന്നത്. സൂപ്പർ ഡ്രൈയിലൊക്കെ 70% സെയിലാണ്. കളക്ഷൻ ഉണ്ട്, കുറേ ഉണ്ട്. ബൈ ടു ഗെറ്റ് 1 ഫ്രീ ഉണ്ട്. പിന്നെ
അവിടേക്ക് ഒരു ജീൻസിന് 119 റിങ്കറ്റ്, ഓൾമോസ്റ്റ് 120 വെച്ചോ. ഓഫറും കഴിഞ്ഞിട്ട് 259. 70% ഓഫർ കഴിഞ്ഞിട്ട് 400 റിങ്കിറ്റ്. 400 റിങ്കിറ്റ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 8000 രൂപയായി. എന്ത് സാധനത്തിനാ? ബാഗിന്. ആ അതെ, കോൺവേഴ്സ്. ഇവിടെയൊക്കെ ക്യാമറ അലൗഡല്ല. അപ്പോൾ പിന്നെ കാണാം. എന്താണ് എന്ത്? ഒനിറ്റ്സുക്ക ടൈഗർ. ഗെൻഡിങ് ഹൈലൻഡ്സ് ലോ ഫ്ലോറിലെ. ലോ ഫ്ലോറിൽ അത്രയധികം ഷോപ്സ് ഇല്ല. ഫുഡും പിന്നെ കുറച്ച് ഷോപ്സ് ഉണ്ട്. ബാസ്കിൻ റോബിൻസ് അങ്ങനെ. പിന്നെ ഇതുപോലത്തെ ആൾക്കാർക്ക് ഇരിക്കാൻ ചുമ്മാ റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലങ്ങളാണ്. ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്തായാലും രണ്ടുപേർക്ക് 30 കൊടുത്ത് 60. അപ്പോൾ തിരിച്ചു പോകാൻ വേണ്ടി ക്യാബ് നോക്കുമ്പോൾ 63 ഉള്ളൂ. 3 രൂപ എക്സ്ട്രാ വരുള്ളൂ. അപ്പോൾ പിന്നെ ക്യാബ് പിടിച്ച് സമാധാനമായിട്ട് ഇരുന്ന് പോകാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഗെൻഡിങ് ഹൈലൈൻസിലെ വിശേഷങ്ങൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.